ശരണ്യൊക്കെ അധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാ. പക്ഷേ ചില സ്ട്രഗിൾ ആയിരിക്കും, ചില സമയത്ത് അടിച്ച് ശരിയാക്കാൻ തോന്നും. അതെനിക്ക്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം റീൽ ആൻഡ് റിയൽ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് ദിയാസന നൽകിയ ഇന്റർവ്യൂവിന്റെ കുറച്ചധികം ഭാഗങ്ങൾ എടുത്തു വെച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് 2 സോഷ്യൽ മീഡിയ താരങ്ങളെക്കുറിച്ച് ദിയാസന പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഷിംജിത മുസ്തഫയാണ്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ബസ്സിൽ വെച്ച് ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇവരൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആ വീഡിയോ വൈറലാകുകയും ആ ചെറുപ്പക്കാരൻ അപമാന ഭാരത്താൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഷിംജിതനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ അയക്കുകയും അതിനുശേഷം അവർ ജാമ്യം നേടി പുറത്തേക്ക് വന്ന് ദൃശ്യം 3 ഉൾപ്പെടെയുള്ള സിനിമകളുടെ റിവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയാണ്. ഈ ഷിംജിതയെ കുറിച്ച് ദിയാസന പറയുന്ന കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ചേച്ചി, അത് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, മറ്റേ ബസ്സിന്റെ ഇഷ്യൂ അത് പലരും 2 അഭിപ്രായമുണ്ട്. അതായത് ആ പെണ്ണിന് അത് വീഡിയോ എടുത്ത് പബ്ലിക് ആക്കാണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കൂടെ അയാളെ ഇട്ട് ഇതാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊരിത് ഇവനെ പോലുള്ളവനെ പുറം ലോകം ഇങ്ങനെ തന്നെ കാണണം എന്ന് പറയുന്നുണ്ട്. ചേച്ചി, ഞാനത് ഒരു ഇതിൽ ചോദിക്കണം തന്നെ കരുതിയ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? കാരണം സോഷ്യൽ മീഡിയ ആണ് ചേച്ചി, മാനിപ്പുലേഷനാണ് ഫസ്റ്റ് നടക്കുന്നത്. പിന്നീടാണ് സത്യങ്ങളോ എന്താണെങ്കിലും അതിനൊരു നമ്മൾ ഒരിക്കലും സംസാരിച്ചൊരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഫെമിനിസം ഈ നമ്മൾ പറയുന്നല്ലോ, പലരും അടികൊണ്ടും ഇടികൊണ്ടും മേടിച്ച് ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന കുറെ മനുഷ്യരുണ്ട്, കുറെ സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ പുരുഷന്മാരുണ്ട്. അതിനെല്ലാം പുറത്താക്കിക്കൊണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ഇത് അത് പിന്നീട് അതൊക്കെ അത് മാറിപ്പോവുകയും ഇതിനെ 2 പേര് മ്യൂച്വൽ ആണെന്ന് നമുക്കറിയാം. അത് പിന്നീട് അത് പീഡനമായി മാറി. ഇതിലൊരു വിഷമം എന്താണെന്നറിയാമോ? അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ്. അവൾക്ക് എല്ലാം കഴിഞ്ഞപ്പോഴാണോ, സുഖം കഴിഞ്ഞപ്പോൾ? ഇത് ഞാൻ ഉൾപ്പെടുന്ന പെണ്ണുങ്ങൾ ഇത് വായിക്കുമ്പോൾ പെയിൻ എടുക്കുകയും ചെയ്തു. ഇതിനകത്തുള്ള വിഷയം ഞാൻ പറയട്ടെ. ഷിംജിതയുടെ കേസിനകത്ത് ഞാൻ ഷിംജിതയ്ക്ക് എതിരായിട്ട് നിൽക്കാനുണ്ടായ കാരണം, ഷിംജിത പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്കറിയില്ലായിരുന്നു. ഇവരുടെ മറ്റ് വീഡിയോസുകൾ കണ്ടപ്പോഴാണ് ഇവർ അത്യാവശ്യം നന്നായിട്ട് ബോൾഡായിട്ട് സംസാരിക്കുന്നു, ഇവർ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളെ പറ്റി സംസാരിക്കുന്നു, ഇവരുടെ കുറേ വീഡിയോസുകൾ കാണുന്നു. ഇവർ അത്യാവശ്യമൊക്കെ ഒരു വായ തുറന്നൊക്കെ സംസാരിക്കുന്ന ഒരു പ്രതികരണ മനോഭാവമുള്ള ഒരാളായിട്ടാണ് എനിക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലായത്. അവർ പറഞ്ഞു, ആദ്യം ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അയാൾ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ കണ്ടു. അതിനുശേഷം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ബസ്സിനകത്തുണ്ടായ വിഷയത്തിനകത്ത് എൻ്റെ റിയാക്ഷൻ വന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ലൈവിൽ കണ്ടതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു മുട്ടുന്ന ഒരു സംഭവം കണ്ടു. എല്ലാവരും സൂം ചെയ്തൊക്കെ കാണിച്ചപ്പോൾ അയാളുടെ മുട്ട് അവരുടെ ബ്രസ്റ്റിൽ തട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വരുമ്പോൾ എന്താ ഇങ്ങനെ ഒന്നും ആവാൻ പറ്റാത്ത ഒരു മനുഷ്യന്? അൺകംഫർട്ടബിൾ ടച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനെ പല ആളുകളും പറയുന്നുണ്ട് ഞാൻ സ്റ്റില്ല് പോലെ ആയിപ്പോകുന്നു. എനിക്ക് മനസ്സിലാവും. അത് എനിക്ക് അത്തരം കുട്ടികളാണെങ്കിൽ എനിക്കത് മനസ്സിലാവും. ഞാൻ ഇവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഇവർ അത്യാവശ്യം ബോൾഡായിട്ടിരിക്കണം. അവർക്ക് എന്താ അത് പറ്റാത്ത? അത് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് അവർ അതിനെ ഉപയോഗിച്ചതാണെങ്കിലോ എന്ന് ചിലർ ചോദിച്ചു. അത് എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു അൺകംഫർട്ട് പറ്റിയതിടത്ത് വീണ്ടും പോയി വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ അവസ്ഥ എന്താ ആ ടൈമിലത്തെ? ഇതാണ് അന്ന് പലരും ചോദിച്ചത്. അതായത് എന്തുകൊണ്ട് ഷിംജിത അന്ന് ആ ബസ്സിൽ വെച്ച് ഇതിനെതിരെ പ്രതികരിച്ചില്ല? അതായത് ആദ്യം ഒരു പെൺകുട്ടിയോട് ദീപക് മോശമായിട്ട് പെരുമാറുന്നത് ഷിംജിത കണ്ടു എന്നാണ് ഷിംജിത പറയുന്നത്. അതിനുശേഷം തൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് താൻ വീഡിയോ എടുത്തതെന്നാണ് അന്ന് ഷിംജിത പറഞ്ഞത്. പക്ഷെ അന്നും പലരും ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ അയാൾ മോശമായിട്ട് പെരുമാറുന്നത് കണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ല? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ ആ ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അയാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ഈ ഒരു വലിയ കോംപ്ലിക്കേഷൻ ആകുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തുകയുമില്ലായിരുന്നു. അതിലൂടെ ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ തെറ്റുകാരനായിരുന്നുവെങ്കിൽ അയാളെ സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യാണ്ട് ഇതിലൂടെ സാധിക്കുമായിരുന്നു ഷിംജിതയ്ക്ക്. പക്ഷെ അവരതിന് പകരം അത് ഷൂട്ട് ചെയ്യുകയും നേരെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് പകരം ആ വീഡിയോ അവർ ഷൂട്ട് ചെയ്തത് അത് ഷൂട്ട് ചെയ്ത ശേഷം അപ്പോൾ തന്നെ അവിടെ വെച്ചൊരു ബഹളം ഉണ്ടാക്കി ആ ബസ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ തെളിവ് സഹിതം ഇന്ന് ആ ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാണ്ട് ഷിംജിക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന നെഗറ്റീവ് ഇമേജിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് ഇവർക്ക് അന്ന് ലഭിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ നിലവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന നെഗറ്റീവ് ഇമേജാണ്.
അതിന് പകരം നല്ലൊരു പോസിറ്റീവ് ഇമേജ് അന്ന് ആ ഒരു ഇൻസിഡന്റ് മുഖാന്തരം അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ അവർ ആ ഒരു അവസരം പാഴാക്കി കളഞ്ഞു. അതുതന്നെയാണ് ദിയാസനെ ഉൾപ്പെടെയുള്ള ആളുകൾ ഷിംജിതയെ എതിർക്കുവാനുള്ള കാരണം. പക്ഷേ ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന വ്യക്തി അവർ സ്വന്തം അച്ഛനെതിരെ പോലും തോന്നിവാസം വിളിച്ചു പറയേണ്ട മടിക്കാത്ത ഒരു വ്യക്തിയാണ്. മഴ പെയ്തില്ലെങ്കിൽ അത് പുരുഷന്മാരുടെ കുറ്റം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ശ്രീലക്ഷ്മി അറക്കൽ. എന്തായാലും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളല്ല ദിയാസന എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ദിയാസന രേണുവിനെ കുറിച്ച് പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപോകാം. എന്തെങ്കിലും പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് നേരെ ബിഗ് ബോസിൽ പോവുക, ഇതാണ് മെയിൻ. ചേച്ചിനെ അങ്ങനെ ആരെങ്കിലും വിളിച്ച് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ മുൻകാലങ്ങളിൽ നമുക്കറിയാലോ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ നിന്ന് പോയിട്ടുമുണ്ട്. പിന്നീട് അതായത് പബ്ലിസിറ്റി നെഗറ്റീവ് അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കണ്ടസ്റ്റന്റ് രേണുവിന്റെ കാര്യമായിരിക്കും പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം രേണു ഒരു വിധവയായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. രേണു ഇന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ്. വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ശരണ്യൊന്നും ചിന്തിക്കുന്നതിലപ്പുറത്തേക്കുള്ളൊരു അവസ്ഥയിലാണ് രേണു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രേണു വന്ന് സംസാരിക്കട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ സ്ത്രീക്കൊപ്പം എന്തുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ത്രീ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അത് എത്ര കാലമുണ്ടോ അത്ര കാലവും അവർക്കൊപ്പം ഒരു ധൈര്യമായിട്ട് കൂടെ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ദിയാസന പറയുന്നത് രേണു വിധവയായിട്ടുള്ള സ്ത്രീയാണ്, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയ രംഗത്തേക്ക് വന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതിനെ വിമർശിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഈ ദിയാസന ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മറന്നുപോയി, ഈ രേണുസുതി ഈ അഭിനയ രംഗത്തേക്ക് വന്നപ്പോൾ അവരെ പരമാവധി സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഈ പറയുന്ന അതുലാണെങ്കിലും മറ്റ് യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും. എന്തിനാണ് പറയുന്നത്, ഞാൻ പോലും തുടക്ക കാലഘട്ടത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാണ്ട് വന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പലതരത്തിലുള്ള വീഴ്ചകൾ അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്കെല്ലാവർക്കും അവർക്കെതിരെ വീഡിയോ ചെയ്യാണ്ട് തോന്നിയുള്ളൂ. അത് ഞങ്ങളുടെ ആരുടെ കുറ്റമല്ല, അവരുടെ കയ്യിലിരിപ്പിന്റെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവരൊരു അസുഖവുമായി ബന്ധപ്പെട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ അവരെ വെറുതെ വിമർശിക്കാണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. എങ്കിൽ പോലും അവരിപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന രേണുസുതിയുടെ ക്യാൻസറിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു വനിതാ യൂട്യൂബർ പണപ്പിരിവ് നടത്തുന്നു എന്നൊരു ആരോപണം ആദ്യം സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നിട്ടത് രേണുസുതിയാണ്. അതിന്റെ ചൂട് പിടിച്ച് ധാരാളം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സജീനയും ശ്രീതും എല്ലാം തന്നെ ആ ഒരു വിഷയത്തിൽ പ്രതികരണവുമായിട്ട് എത്തേണ്ട വന്നു. കാരണം സംശയത്തിന്റെ ചൂണ്ടുവിരൽ അവർക്കെതിരെ നീങ്ങിയപ്പോൾ. പക്ഷേ രേണു അവിടെയും ഒരു ക്ലാരിഫിക്കേഷൻ നൽകുവാണ്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ രേണുസുതി വിമർശിക്കപ്പെടുന്നത്. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പേരിൽ ഇവർ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തത്. അതിനകത്ത് ഞങ്ങൾക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണവുമായിട്ട് വന്നത്. ഇനി ഏതായാലും ബാക്കിയും കൂടി നമുക്ക് കണ്ടുപോകാം. ഓരോ മനുഷ്യരും ഓരോ ജീവിതങ്ങളും അവരവരുടെ സ്ട്രഗിളിങ് പീരീഡുകൾ എന്ന് പറയുന്നത് അവരവരനുഭവിക്കുന്ന സമയത്ത് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ തെരുവിലൂടെ തന്നെ കിടന്ന് വളർന്ന ആളായതുകൊണ്ട് ആയിരിക്കണം മേ ബി എനിക്ക് എല്ലാ ഇമോഷൻസിനെയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും വർക്ക് ചെയ്യാനും പറ്റും. എന്നാൽ എല്ലാ ഫ്രോഡുകളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, അവർ തന്നെ പലരും ഇവിടെ അഭിനയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആവുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അടുത്ത സെക്കൻഡിൽ അതിന് റിപ്ലൈ കിട്ടും. എവിടെയെങ്കിലും ഒരു മീഡിയാസ് വന്നിട്ട് റിപ്ലൈ കൊടുക്കും. പിന്നെ അതിൻ്റെ അതപ്പുറം തന്നെ ഒരു ചർച്ച പോകുന്നു, പിന്നെ അതിൻ്റെ റിപ്ലൈ വരുന്നു. അതാണ് ഇവിടെ അതാണ് പറഞ്ഞത്, ലൈം ലൈറ്റിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ അവർ സ്വമേധയോ കൊണ്ടുവന്നതോ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അവരത് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത് നെഗറ്റീവോ പോസിറ്റീവോ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമല്ലോ ഈ ഇനാഗ്രേഷൻസ് ഉണ്ടാകുന്നത്. അത് മാത്രം ആലോചിക്കുക. ഈ അഭിനയത്തിൻ്റെ കാര്യത്തിനകത്ത് ചിലപ്പം കൊള്ളൂലായിരിക്കും, ചിലപ്പോൾ കൊള്ളാമായിരിക്കും. അതൊരു റീച്ചിന് വേണ്ടിയിട്ടുള്ള പർപ്പസാന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്തും ആൽബങ്ങളുണ്ട്, എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കച്ചറ കൂതറ ആൽബങ്ങളാണ്. അഭിനയം കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ പാട്ടുകളായിരിക്കും, സൂപ്പർ പാട്ടുകളും കിടുക്കാച്ചി പാട്ട്. ഇപ്പോൾ ഷാഫിക്കാടായിക്കോട്ടെ, താജിക്കാടായിക്കോട്ടെ, താജുദ്ദീൻ വടകര, ഇവരെയൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ടുകളാണ്. പക്ഷേ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ ഇറങ്ങുന്നത്? അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുസുതി സൂപ്പർ ഹിറ്റാ. അതാ ഞാൻ പറയുന്നത്. അപ്പോൾ
ഞാൻ പറയുന്നത് അഭിനയത്തിൻ്റെ കാര്യത്തിനകത്തുള്ള സാധനങ്ങളിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പല രീതികളിൽ അവർ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവാം. അതേസമയം അവരുടെ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവർ ഈ പറഞ്ഞ പോലത്തെ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, എല്ലാവരും വിചാരിച്ച് ഇപ്പോൾ വന്നങ്ങ് ഇതാക്കി കളയുമെന്ന്. ഒന്നുമില്ലാതായി, പാവം അത് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നു. പക്ഷേ സ്വന്തം മോനെ വളർത്താൻ വേണ്ടിയിട്ട് കിടന്ന് കാണിക്കുന്ന കുറേ കാട്ടായിത്തരം, കുറേ കഷ്ടപ്പാട്. ഇത് ഞാൻ പറയണത് എന്താണെന്നറിയോ ശരണ്യ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജേണി ഇതിനകത്ത് ദിയാസനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമില്ല. ഇവരുടെ പല ചെയ്തികളും നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ച പല കാര്യങ്ങളും നെഗറ്റീവ് പബ്ലിസിറ്റി ഇവർക്ക് നേടിക്കൊടുത്തുന്നു. അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത പല കാര്യങ്ങളും, ഇവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസ്, അതിനൊക്കെ തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോസ്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാവരും തന്നെ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും, ഇവർക്കെതിരെ പ്രതികരിക്കും. അത് ഞങ്ങൾക്ക് ഈ രാജ്യം നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതൊരു പക്ഷേ അവർക്ക് ഹെർട്ടായിട്ട് തോന്നിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ തോന്നിയിരിക്കാം. പക്ഷെ അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം അവർ ഇട്ടിരുന്ന പല റീലുകളും അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അടുത്ത് പരിശോധിച്ചാൽ മതി, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ വീഡിയോസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ കൊച്ചു കുട്ടികൾ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് വിമർശിച്ചത്. രേണു മാത്രമല്ല അത്തരത്തിലുള്ള ശരീര പ്രദർശനം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടത്തിയത് വേറെയും പല ആളുകളുണ്ട്. അവരെക്കുറിച്ചെല്ലാം ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രേണുവിനെ കുറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാം കണ്ണിൽ പെടുകയുള്ളൂ. അത് ഞങ്ങളുടെ ആരുടെയും വിഷയമല്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ വരണ വഴിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സേവന കറി പൗഡർ വിറ്റ ജീവിതവും എൻ്റെ ലൈഫിനകത്ത് ഉണ്ടായ സ്ട്രഗിൾ പീരീഡ്സുകളൊക്കെ അതൊക്കെയായിരുന്നു. ഞാൻ ഈ എയർടെലിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ RJ ആയിരുന്ന സമയത്ത്, ഞാൻ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് മാനസിക ശാരീരിക അവസ്ഥകളുണ്ട്. എനിക്ക് ഈ സ്ട്രഗിളിങ് പീരീഡ് മുഴുവനും ഞാൻ സഫർ ചെയ്തത് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യണത്. ഞാൻ ഈ പബ്ലിക്കിലേക്ക് എൻ്റെ മുഖം കാണുന്നത് മൊത്തം ഞാൻ വിമർശിക്കുന്നിടത്ത് മാത്രമേ എൻ്റെ മുഖം കാണുന്നുള്ളൂ. ഞാൻ ഇന്നും, എനിക്ക് വയസ്സ് 35, ഇന്നും എൻ്റെ മുഖം കാണുന്നത് ഞാൻ വിമർശിക്കുന്നിടം മാത്രമേ ഉള്ളൂ. എൻ്റെ നല്ല ഇടങ്ങളെ ഒന്നും കാണുന്നില്ല. അവർക്ക് കാണണ്ട, സമൂഹത്തിന് എൻ്റെ നല്ല ഇടം കാണണ്ട. കാരണം എന്നെ അവർ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു, ഇവളൊരു നെഗറ്റീവ് ഓളിയാണ്. അത് അവർ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും, എൻ്റെ ചുറ്റിലുള്ള മനുഷ്യർക്ക് എന്നെ അറിയാം, അവർ എൻ്റെ ഒപ്പമുണ്ട്. ആ ധൈര്യം ഉള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഇന്ന് മുമ്പോട്ട് വീണ്ടും ഇതാക്കാൻ പറ്റുന്നത്. എനിക്ക് ജീവിതകാലം മുഴുവനും നെഗറ്റീവും ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമ്മൾ തകർന്നു പോകത്തില്ലേ. അപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യം എനിക്കത് ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു വേദിയല്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. രേണു സംസാരിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ. പക്ഷേ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഇവരുടെ നെഗറ്റീവ് സൈഡ് മാത്രമേ നമ്മുടെ സമൂഹം ചർച്ചയാക്കുന്നുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്തൊരു കാര്യം പോസിറ്റീവായി ചെയ്താലും അത് 4 ആൾ അറിയുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മളൊരു മോശമായിട്ടുള്ള പ്രവൃത്തി, ഉദാഹരണത്തിന് പണ്ട് അഖിൽമാരെ പറയുന്നത്, ബിഗ് ബോസിൽ പോകുന്നതിനും ഭേദം ഞാൻ ലുലുമാളിൽ പോയി മുണ്ട് പൊക്കി കാണിക്കുന്നതാണ്, അങ്ങനെ കിട്ടുന്ന റീച്ചിന് നല്ല വാല്യൂ ആണ്. പിന്നീട് അഖിൽമാരെ ബിഗ് ബോസിൽ പോയി. പക്ഷെ ആ ഒരു ബൈറ്റാണ് ഇന്നും ആളുകൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുണ്ടാകുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് നമ്മളുണ്ടാക്കുന്ന നല്ല പോസിറ്റീവ് സൈഡിനേക്കാളും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. അത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരത്രമാത്രം വിറ്റ് തിന്ന് ജീവിച്ച കുറേ മനുഷ്യർക്ക് അവർ തീരുമാനിക്കട്ടെ എന്താണെന്ന്. അത് അവൾ വന്ന് സംസാരിക്കട്ടെ. തീർച്ചയായും ചേച്ചി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ചേച്ചി അവർ ഇറ്റ് കൈകൊണ്ടും കൂട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഞാനൊക്കെ ഒരു പക്ഷേ നിങ്ങളിലൊക്കെ എഴുതുന്ന എഴുത്തുകളിലൂടെയാണ് നമുക്ക് ഫേസ്ബുക്ക് എനിക്ക് ഇത്രയും പ്രിയങ്കരമാണ്. എനിക്ക് ഇൻസ്റ്റ എനിക്ക് പ്രിയങ്കരവേ അല്ല. എനിക്ക് ഫേസ്ബുക്കിൽ നമുക്ക് അത്രയും വായിക്കാൻ പറ്റും. ഭയങ്കര ഡയമെൻഷനിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി എഴുതുന്നതായിരിക്കത്തില്ല ശ്രീലക്ഷ്മി എഴുതുന്നത്, നിങ്ങൾ ആരും എഴുതുന്നതായിരിക്കില്ല വേറെ. അപ്പൊ നമുക്ക് ആ ഡയമെൻഷൻ മനസ്സിലാവും. അപ്പൊ നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, തോട്ട് പ്രോസസ്. അതിൽ നിന്നാണ് നമ്മൾ ഇപ്പൊ തന്നെ ആ രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ ഞാൻ കരുതി വെച്ചൊരു ഡയമെൻഷൻ എനിക്ക് മാറി. മനസ്സിലാവുന്നുണ്ടോ? നമ്മളത് നേരത്തെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അത് ഒന്നുകൂടെ മാറി. ഞാൻ പറഞ്ഞല്ലേ, അതെ, നമുക്ക് ഉൾക്കൊള്ളാനൊരു മൈൻഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ശരണ്യൊക്കെ അധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാ. പക്ഷേ ചില സ്ട്രഗിൾ ആയിരിക്കും, ചില സമയത്ത് അടിച്ച് ശരിയാക്കാൻ തോന്നും. അതെനിക്ക് തോന്നും. അത് വേറൊരു സാധനമാണ്.
പക്ഷെ ആ സാഹചര്യത്തിലൂടെ നമ്മൾ ആ നെഗറ്റീവ് സൈഡിലൂടെ മാത്രം അതിനെ ഒബ്സർവ് ചെയ്തത്. ഒരിക്കലും ഇപ്പോഴും നമ്മൾ അല്ല, ഈ പേഴ്സണലി ഒറ്റയ്ക്കാവുന്ന സ്ത്രീകളെ മനസ്സിലാവും. ഞാനൊക്കെ ഇരുന്ന് ജീവിക്കുന്നതാണ്, നീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഇരുന്ന് ചിന്തിക്കണം, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അവരെന്തുകൊണ്ടായിരിക്കും അത്രയും തെറിവിളി കേട്ടിട്ട് അത് ചെയ്യണത്. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി, ആ സാധനത്തിന് മനസ്സിലാവും. അത് വളരെ സിമ്പിളാ ആ സാധനം. അതിനെ വിറ്റ് തിന്നാൻ വേണ്ടിയിട്ട് കുറേ നാറികൾ കിടപ്പുണ്ട്, അവരത് മാത്രം വെച്ച് തിന്നുന്നു. ഒരു സ്ത്രീയാണെങ്കിൽ ഗജ ഫ്രോഡ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് രേണുവിനെ അടിച്ച് ശരിയാക്കാൻ തോന്നി? അതിനുള്ള കാരണം ചില സമയത്ത് അവരുടെ പ്രവർത്തികൾ തന്നെയാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾക്കും തോന്നാറുള്ളത്. ഞങ്ങൾ അവരെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ അത് ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെയും അത് എക്സ്പോസ് ചെയ്യുക തന്നെയും. അതിനുള്ള അവസരം ഒരുക്കുന്നത് രേണുസുതി എന്ന് പറയുന്ന താരമാണ്, അല്ലാതെ ഞങ്ങൾ ആരുമല്ല. അതൊക്കെ ഒന്ന് ദിയാസനെ പോലെയുള്ള ആളുകളൊന്ന് മനസ്സിലാക്കണം. പിന്നെ അതേ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ എന്ന്. അത് സത്യമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സിനോട് ഇത്രയധികം വിവേചനമുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് കൃത്യമായിട്ടുള്ള സംവരണമുണ്ട്, സർക്കാർ ജോലികളിൽ പോലും. ഇവിടെ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കിനും മറ്റൊക്കെ പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വേണം. എന്നാലും ദിയാസനയുടെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ കുറെ അധികം പോർഷനുകൾ ഇനിയുമുണ്ട്. അതെടുത്ത് വെച്ച് തന്നെ നമുക്കൊരു 3, 4, 5 വീഡിയോസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. നല്ല രീതിക്ക് ഇവർ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട കഴിവുള്ള ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് നല്ല രീതിക്ക് കാണുകയും ചെയ്തു. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു വിഷയം എടുത്ത് വെച്ച് സംസാരിക്കാൻ തോന്നുന്നത്. അപ്പം ഓക്കെ, ബൈ.